കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസം മുമ്പ് ഞാൻ എൻ്റെ പുതിയൊരു തയ്യൽ കടേനെ കുറിച്ച് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തിരക്ക് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴത്തെയും പോലെ ഈ വീഡിയോ ഒരു 1.5 മാസം മുൻപ് എടുത്തു വെച്ച വീഡിയോ ആണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 4 മെറ്റീരിയൽസിൽ ഒരെണ്ണം ക്രിസ്മസിന് എടുത്ത് തയ്ച്ചിട്ടു. ഇനി ഒരെണ്ണം ഓണത്തിനുള്ള പ്രിപ്പറേഷനിലാണ്. കുക്കിംഗ് ആവട്ടെ, എന്ത് പരിപാടി ആവട്ടെ, വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ സൈഡിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് വെക്കുന്നത് എൻ്റെ ഹോബിയാണ്. സംഭവം ഒരു സ്കേർട്ടാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. ടോപ്പിന്റെ ഡിസൈൻ തലയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും അളവൊക്കെ മാർക്ക് ചെയ്ത് ഒന്ന് കുരിശും വരച്ച് ഐശ്വര്യമായിട്ട് വെട്ടി. ഞാൻ പ്രൊഫഷണലായിട്ട് ഒരിടത്തും തയ്യൽ പഠിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ തയ്യൽ പഠിത്തത്തിന് വേണ്ടിയിട്ട് ബലിയാടായത് എൻ്റെ അമ്മയുടെയും അമ്മാമ്മയുടെയും കുറേ സാരികളായിരുന്നു. പിന്നെ ലൈനിങ് മെറ്റീരിയലിന് വേണ്ടിയിട്ട് അപ്പൻ്റെ കുറച്ച് വെള്ളമുണ്ടുകളും. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എവിടെയും പഠിക്കാൻ പോകാണ്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന്. കുറേയൊക്കെ ഞാൻ നോക്കി നിന്ന് ഒബ്സർവ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന തയ്യൽ മെഷീൻ എന്ന് പറയുന്നത് അമ്മച്ചിയുടെ തയ്യൽ മെഷീനാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു തയ്യൽ മെഷീൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നത് +2 കഴിഞ്ഞ ആ ഒരു വെക്കേഷൻ ടൈമിലായിരുന്നു. അമ്മയും ഞാനും സിമിയമ്മയും കൂടിയിട്ട് പോയിട്ട് കൊമ്പിടിക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് തയ്യൽ മെഷീൻ വാങ്ങി. ആ മെഷീൻ ഞാൻ ചവിട്ടി പരിപ്പിളക്കിയാണ് തയ്യൽ പഠിച്ചത്. സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്കാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നതെങ്കിൽ ഐ എം റിയലി സോറി. ഓണത്തിന് കാണാം കേട്ടോ.